ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2025 സെപ്റ്റംബർ 14 മുതൽ 20 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, ചിങ്ങം 29 മുതൽ കന്നി 4 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ബുധനും രവിയും കളത്രസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനവും ധനലാഭവും ഉണ്ടാകും. കർമ്മതടസ്സം, വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവ പ്രതീക്ഷിക്കാം. ഭാര്യാകലഹവും ഉദരരോഗപീഡയും ഉണ്ടാകാനിടയുണ്ട്. ഭാഗ്യവർദ്ധനവും സ്ഥാനപ്രാപ്തിയും ഉണ്ടായേക്കാം. ഇഷ്ടജനങ്ങളുമായുള്ള വേർപാടിന് സാധ്യത കാണുന്നു. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ഭാര്യാപുത്രാദികൾക്ക് രോഗം, അലച്ചിൽ, മനോദുഃഖങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ബുധനും രവിയും ശത്രുസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീസംഘവും സർവകാര്യസിദ്ധിയും ഉണ്ടാകും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വിദ്യാപുരോഗതിയും ധനലാഭവും ഉണ്ടാകും. ശത്രുശല്യം കുറയും. രോഗശമനം ഉണ്ടാകും. അമിതമായ ചെലവ്, വസ്ത്രലാഭം, മാനക്ഷയം, ഭാഗ്യസിദ്ധി എന്നിവയ്ക്കും സാധ്യത കാണുന്നു. മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ബുധനും രവിയും പുത്രസ്ഥാനത്ത് കുജനും കർമ്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങൾ വർദ്ധിക്കും. കാര്യതടസ്സം ഉണ്ടാകും. ശയനസുഖം, ധനനഷ്ടം, അമിതമായ ചെലവ് എന്നിവയ്ക്കും സാധ്യത കാണുന്നു. യാത്രാഗുണവും ബന്ധുസമാഗമവും ഉണ്ടാകും. പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐശ്വര്യവും ആജ്ഞാശക്തിയും ഉണ്ടാകും. കർമ്മഗുണം കുറയും. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്ത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ സൂര്യനും ബുധനും സുഖസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യവും സന്തോഷവും ഉണ്ടാകും. മൃഷ്ടാന്നലാഭം, മാനക്ഷയം, ബന്ധുസമാഗമം, മനസ്സുഖക്കുറവ് എന്നിവ അനുഭവപ്പെടാം. സഹോദരഗുണം കുറയും. ഔദ്യോഗികമായ കത്തിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മഗുണം കുറയും. ധനപരമായി മെച്ചം പ്രതീക്ഷിക്കാം. ധർമ്മപ്രവൃത്തികളിൽ തടസ്സം നേരിടാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും ജന്മത്തിലും ധനസ്ഥാനത്തുമായ സൂര്യനും ബുധനും സഹോദരസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും. ധനപരമായ ഞെരുക്കം അനുഭവിക്കും. ഭാഗ്യസിദ്ധി, സർക്കാർ ഗുണാനുഭവങ്ങൾ, സന്തോഷം, കാര്യതടസ്സം എന്നിവ കാണുന്നു. ശത്രുനാശവും വിജയവും ഉണ്ടാകും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. അഭീഷ്ടകാര്യസിദ്ധിയും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. വസ്ത്രലാഭവും കളത്ര സൗഖ്യവും പ്രതീക്ഷിക്കാം. സന്താന ദുരിതത്തിന് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്.
ഇവർക്ക് വ്യയസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്തിലും ജന്മത്തിലുമായി സൂര്യനും ബുധനും ധനസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. വൃദ്ധ സ്ത്രീകൾ നിമിത്തം ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത. വഴിതടസ്സം നേരിടും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭത്തിന് സാധ്യത കാണുന്നു. സ്ഥാനത്തിനും പുത്രന്മാർക്കും ദോഷം ഉണ്ടായേക്കാം. ശത്രുഭയവും വിദ്യാതടസ്സവും നേരിട്ടേക്കാം. ഭാഗ്യദോഷം അനുഭവപ്പെടും. അഭീഷ്ടസിദ്ധി, സന്തോഷം, അമിത ചെലവ്, ശയനസുഖം എന്നിവ അനുഭവത്തിൽ വരും. ദേഹപീഡയും സഞ്ചാരക്ലേശവും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി സൂര്യനും ബുധനും ജന്മത്തിൽ കുജനും ശത്രുസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഗുണം കുറയും. ബന്ധുവിരോധമുണ്ടാകാം. ശത്രുഭയം, രോഗങ്ങൾ, അഭീഷ്ടസിദ്ധി, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. മനോദുഃഖവും സ്വജനവിരഹവും അനുഭവപ്പെടും. പാപപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. കളത്ര സൗഖ്യവും സാമർഥ്യവും ഉണ്ടാകും. നിർഭയത്വവും സുഖഭോജനവും പ്രതീക്ഷിക്കാം. അനുഭവ ഗുണവും കാര്യവിജയവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്ത വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായി ബുധനും രവിയും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ദ്രവ്യത്തിനും പുത്രന്മാർക്കും ദുരിതത്തിന് സാധ്യത. കർമ്മഗുണം കുറയും. കലഹങ്ങൾക്ക് സാധ്യത കാണുന്നു. കഷ്ടതയും യാത്രാക്ലേശവും ഉണ്ടായേക്കാം. മധുരവാക്കുകളിലൂടെയുള്ള കാര്യസാധ്യം ഉണ്ടാകും. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ദ്രവ്യനഷ്ടത്തിനും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. മൃഷ്ടാന്ന ലാഭം, ശത്രുഭയം, ബന്ധനം, തൊഴിൽ പുരോഗതി എന്നിവ ഉണ്ടായേക്കാം. അനുഭവഗുണം വർദ്ധിക്കും. ഉന്നതന്മാരുടെ പ്രീതിക്ക് പാത്രമായി തീരും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഗണപതി പ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായി ബുധനും രവിയും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുഷ്ടി കാണുന്നു. രോഗശമനം, മൃഷ്ടാന്ന ലാഭം, ആയുധം കൊണ്ട് മുറിവ് പറ്റൽ, ഭയം എന്നിവയ്ക്ക് സാധ്യത. ഭൂമിലാഭവും അധികാരികളുടെ പ്രീതിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുനാശവും കളത്ര സൗഖ്യവും ഉണ്ടാകും. കാര്യസിദ്ധിയും ധനവരവും സിദ്ധിക്കും. ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. കലഹപ്രവണതയും അമിത ചെലവിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ശുക്രനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും രവിയും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും ഭൃത്യഗുണവും ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങുകയും അലങ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല. ശത്രുശല്യം വർദ്ധിക്കും. കാര്യവിഘ്നം, സന്താന ദുഃഖം എന്നിവ ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. സഞ്ചാര തടസ്സം, ധനവരവ്, സമ്മാനലാഭം, അഗ്നിഭയം എന്നിവ ഉണ്ടായേക്കാം. മനോവിഷമം വർദ്ധിക്കും. അപ്രതീക്ഷിതമായ ആപത്തുകളെ കരുതിയിരിക്കുക. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം, ചതയം, പൂരുട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും സൂര്യനും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അകാരണമായ ഭയം മനസ്സിനെ അലട്ടും. അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാരോഗ്യം, ദുഃഖം, ശത്രുനാശം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. കാര്യതടസ്സം, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താന ഗുണമുണ്ടാകും. സജ്ജന സംസർഗവും സർക്കാർ ആനുകൂല്യവും ലഭിക്കും. ദാമ്പത്യ സൗഖ്യം കുറയും. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി ബുധനും സൂര്യനും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്വജന വേർപാടും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ശത്രുശല്യവും മനോവിഷമങ്ങളും ഉണ്ടായേക്കാം. സുഖഭംഗവും ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവവും അനുഭവപ്പെടും. സ്വജന വിരോധവും ഉറക്കമില്ലായ്മയും അലട്ടും. വ്രണാദി രോഗങ്ങൾക്കും മാനനഷ്ടങ്ങൾക്കും സാധ്യത. വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവയും പ്രതീക്ഷിക്കാം. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക.